ഹലോ, വെൽക്കം അഗെയിൻ ടു എം ക്ലാസ്സസ്. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോണത്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ തന്നെ ഫസ്റ്റ് യൂണിറ്റിലെ അടുത്ത പാർട്ടാണ്. അതിൽ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, അതിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസാണ് അതിന് ഉപയോഗിക്കുന്നത്, ആ ആപ്ലിക്കേഷൻസിനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 4 ഡിവൈഡ് ചെയ്തതിനെ വീണ്ടും സബ്ബായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വെച്ച് ചെയ്യാവുന്ന എല്ലാ ആപ്ലിക്കേഷൻസിനെയും കൂടെ ആകെ മൊത്തം 4 പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിൽ ഇനി പറയാൻ പോകുന്നത് എന്താണൊരു പിക്സൽ, എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ഒറിജിൻ, അത് എവിടെ നിന്നാണ് അതിൻ്റെ ഒറിജിൻ വന്നത്, പിന്നെ എന്താണ് ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ എക്സാമ്പിൾ എന്നുള്ളതൊക്കെയാണ്. ഫസ്റ്റ് വൺ, എന്താണ് പിക്സൽ. പിക്സലിന് നമ്മൾ പറയുന്നത് പിക്ചർ എലമെൻറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് പിക്സൽ. പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ, EL എന്ന് പറയുന്നത് എലമെൻറ്റ്. ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് പിക്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന, ആ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ചെറിയ ഡോട്ട്സാണ് പിക്സൽ എന്ന് പറയുന്നത്. അത് ഡിജിറ്റൽ യൂണിറ്റ്സായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇമേജ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ബേസിക് ലോജിക്കൽ യൂണിറ്റ് ഇൻ ഡിജിറ്റൽ ഗ്രാഫിക്സ് ആണ് ഒരു പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പിക്സലിൽ നമുക്ക് പല പല ഡെഫിനിഷൻസ് പറയാം. പിക്സൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വീഡിയോ, ഇമേജ്, ടെക്സ്റ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാം വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെല്ലാം നമുക്ക് പിക്സൽ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് പിക്സൽ. പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ എലമെൻ്റ് ആണ്. പിക്സ് എന്ന് പറഞ്ഞാൽ പിക്ചർ, EL എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്, ചെറിയ ഡോട്ട്സ്. ആ ഡോട്ട്സാണ് പിക്സൽ എന്ന് പറയുന്നത്. അതുപയോഗിച്ച് നമുക്ക് ഇമേജസ്, വീഡിയോ, ടെക്സ്റ്റ് എന്തും നമുക്ക് ഒരു ഗ്രാഫിക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേക്ക് വേണ്ടി നമുക്ക് എന്തും ഈ പിക്സൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് പിക്സലിനെ കുറിച്ച് പറയുന്നത്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലെ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിലെ ഒരു മെയിൻ പാർട്ടാണ് ഈ പിക്സൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, എന്താണ് ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ഒറിജിൻ, എവിടെ നിന്നാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ഒറിജിൻ. 1950s കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. CRT മോണിറ്ററിൽ, CRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡ് റേ ട്യൂബ്, അതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു പോർഷൻ ആഡ് ചെയ്തുകൊണ്ട് പിക്ചേഴ്സ് ജനറേറ്റ് ചെയ്തതാണ് ആദ്യത്തെ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് ഒരു സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള F. വില്യം ആണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിലൊരു ഇൻഫർമേഷൻ സ്റ്റോറേജ് ഡിവൈസ് എക്സ്ട്രാ ആഡ് ചെയ്തു, ഒരു പാർട്ട്. അത് വെച്ചിട്ടാണ് ഫസ്റ്റ് അവർ ഗ്രാഫിക്സ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 1962 ആയപ്പം അടുത്ത സയൻറ്റിസ്റ്റ് ഇവാൻ സദർലാൻഡ് എന്ത് ചെയ്തു, ഒരു ഡിസ്പ്ലേ ഡിവൈസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, സ്കെച്ച് പാഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതാണ് സെക്കൻഡ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 1950 F. വില്യം എന്നുള്ള സയൻറ്റിസ്റ്റ് CRT മോണിറ്ററിൽ അഡീഷണൽ പാർട്ട് ഇൻക്ലൂഡ് ചെയ്തു, ഇൻഫർമേഷൻ സ്റ്റോറേജ് ഡിവൈസ്. അത് വെച്ചിട്ടാണ് ഫസ്റ്റത്തെ ചെയ്തത്. അത് കഴിഞ്ഞ് 1962 ഇവാൻ സദർലാൻഡ് എന്ന സയൻറ്റിസ്റ്റ് പുതിയൊരു ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതാണ് സ്കെച്ച് പാഡ്. ഇങ്ങനെ ഈ ഇൻട്രാക്റ്റീവ് ഡിസ്പ്ലേ ഡിവൈസസിൻ്റെ വർക്കിംഗ് മോഡൽ നമുക്ക് എങ്ങനെ പറയാമെന്ന് വെച്ചാൽ അതിന് 3 പാർട്ടായിട്ടാണ് നമ്മൾ പറയുക. ഒന്ന് ഡിജിറ്റ് മെമ്മറി അല്ലെങ്കിൽ ഫ്രെയിം ബഫർ, പിന്നെ സെക്കൻഡ് പാർട്ട് ഡിസ്പ്ലേ കൺട്രോളർ, ആൻഡ് തേർഡ് പാർട്ട് മോണിറ്റർ. ഇതാണ് അതിൻ്റെ നമ്മൾ ഡയഗ്രാം. ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. എന്താണ് ഡിജിറ്റ് മെമ്മറി അല്ലെങ്കിൽ ഫ്രെയിം ബഫർ, എന്താണ് ഡിസ്പ്ലേ കൺട്രോളർ, എന്താണ് TV മോണിറ്റർ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഡിജിറ്റ് മെമ്മറി. ഡിജിറ്റ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ്. അത് സ്റ്റോർ ചെയ്യുന്നത് ഡിജിറ്റ്സ് ഫോർമാറ്റിലായിരിക്കും, 0s and 1s എന്നുള്ള ഫോർമാറ്റിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുക. മെട്രിക്സ് ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതിന് നമ്മൾ നമുക്ക് ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇമേജ് ആണോ, വീഡിയോ ആണോ, അങ്ങനത്തെ നമ്മൾ എന്താണോ ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതിൽ ഡിസ്പ്ലേ കൺട്രോളറിനകത്ത് എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റ്സിനെ
വ്യൂവബിൾ ഫോർമാറ്റിലേക്ക്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ഫോർമാറ്റിലേക്ക് കൺവേർഷൻ ചെയ്യുകയാണ് ഡിസ്പ്ലേ കൺട്രോളറിൽ ചെയ്യുന്നത്. അതിന് റെക്റ്റാങ്കുലർ അറേ ഫോർമാറ്റിൽ ഉള്ള പിക്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, പിക്സലിൻ്റെ രൂപത്തിലേക്കൊക്കെ ആഡ് ചെയ്ത് പിക്സൽ ഫോർമാറ്റിലാക്കിയിട്ട് പിക്സൽ ഫോർമാറ്റിൽ അത് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് പിക്സൽസ് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ടി വി മോണിറ്ററിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്പ്ലേ കൺട്രോളർ ചെയ്യുന്നത്. ടി വി മോണിറ്റർ എന്ത് ചെയ്യും, അവിടെ നിന്ന് റിസീവ് ചെയ്യുന്ന സിഗ്നൽസിനെ റിസീവ് ചെയ്തിട്ട് നമ്മൾ ട്യൂൺ ചെയ്യുകയോ അതിനെ പ്രോഗ്രാം ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മൾ ടി വി ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്ലേ തരുന്നു. ഇതാണ് ഒരു ഇൻട്രാക്റ്റീവ് ഗ്രാഫിക്സ് ഡിസ്പ്ലേയുടെ 3 പോർഷൻസ്. ഒന്ന് ഡിജിറ്റ് മെമ്മറി അഥവാ ഫ്രെയിം ബഫർ, രണ്ടാമത്തെ ഡിസ്പ്ലേ കൺട്രോളർ, മൂന്നാമത്തെ ടി വി മോണിറ്റർ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഡിവൈസസ് ആണ്. ഡിസ്പ്ലേ ഡിവൈസസിൽ വീഡിയോ മോണിറ്റർ ആണ് നമ്മൾ മെയിനായിട്ടുള്ള എക്സാമ്പിൾ. ഇതിൽ കാഥോഡ് റേ ട്യൂബ് ഒക്കെ ഫസ്റ്റ് നമ്മൾ എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് കാഥോഡ് റേൻ്റെ ഡയഗ്രാം, അതിനെക്കുറിച്ചുള്ള അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ചെറിയ ക്ലാസ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.